വാനു ഇത് കുടിക്ക് എന്നിട്ട് കെട്ടും പറഞ്ഞുതരാട്ടോ. വാനു നീ ചോദിച്ചത് തന്നെ എനിക്ക് ധാരാളം. ചേട്ടൻ കഴിച്ചോളാട്ടോ. ഇപ്പൊ മോൻ കഴിക്കേ. എന്റെ ഇവാനെ, ചേട്ടൻ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ മോൻ കഴിക്കേ. എന്നാ ശരി. ഇന്നലെ രാവിലെ ഇവിടുന്ന് പോയതാലോ. എന്തായിരുന്നു ഇത്ര പണി നിനക്ക്? എനിക്ക് എന്റെ കുഞ്ഞനീനെ സ്കൂളിൽ പഠിപ്പിക്കണം. ഇവനെയൊക്കെ എന്തിനാ സ്കൂളിൽ പഠിപ്പിക്കുന്നേ? അതെനിക്ക് ആവശ്യം എന്താ? നിങ്ങളെ എന്നെയാ പഠിപ്പിച്ചില്ല, എന്റെ കുഞ്ഞനീനെ ഞാൻ പഠിപ്പിക്കും. അതിനു വേണ്ടി ജോലി ചെയ്യാൻ പോയതായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാത്തത് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണ്ടി ചെയ്യണം. പഠിക്കാൻ എനിക്ക് എന്ത് ആഗ്രഹമായിരുന്നു, നിങ്ങൾ ഒരിക്കലും എന്റെ ആഗ്രഹം സാധിച്ചു തന്നിട്ടില്ല. ഓ, നീയൊക്കെ പഠിച്ച് എവിടെ വരെ എത്തുമെന്ന് എനിക്കൊന്ന് കാണണം. ആ പൈസ ഇങ്ങോട്ട് താടാ. ഇല്ല, ഇതെനിക്ക് അവനെ പഠിപ്പിക്കാൻ വേണം. മര്യാദക്ക് ആദ്യം കിട്ടന്നോ. എന്റെയൊക്കെ അവസാനത്തെ വാസമായി ഈ വീട്ടില്. ഇറങ്ങിക്കോ ഇവിടുന്ന്. തരാനില്ല പറഞ്ഞേ. ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ചെയ്യുന്നേ. നിന്നോട് എന്താ പറഞ്ഞേ? പൈസ തരാനാ പറഞ്ഞേ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. നീ പൈസ തരുന്നോ അതോ നിന്റെ അനിയൻ കുട്ടനെ കൂടെ ഞാൻ ഇതുപോലെ ചെയ്യണോ? എന്താ ചെയ്യണ്ടെന്ന് നീ തന്നെ പറ. ചെറുതാണോ വലുതാണോ ഒന്നും എനിക്കില്ല, മനസ്സിലായോ? ഈ പ്രായം കഴിഞ്ഞല്ലടാ നീയും വന്നത്. നിനക്കറിയില്ലേ ഈ പ്രായത്തിലുള്ളവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന്? നിനക്ക് കിട്ടിയിട്ടുള്ളതല്ലടാ. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഞങ്ങളെ ഉപദ്രവിച്ചിട്ട്? നിന്റെയൊക്കെ അച്ഛൻ നിന്നെയൊക്കെ ഇട്ടോണ്ട് പോയതുകൊണ്ട് തന്നെ നീയൊക്കെ എന്റെ തലയിലായത്. അതിന് നിങ്ങൾ എപ്പോഴാ ഞങ്ങളെ നോക്കിയിട്ടുള്ളത്? ഞങ്ങളെ അമ്മ ജോലിക്ക് പോകുന്ന പൈസ കൊണ്ടല്ലേ നിങ്ങളെ പോലും ചെയ്യിക്കുന്നേ. നിന്നോട് ഇപ്പൊ നിന്റെ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് തരാണ് പറഞ്ഞേ, അല്ലാണ്ട് പുരാണ വിളമ്പാനല്ല. ഇതങ്ങോട്ട് പിടി. നിങ്ങൾക്ക് ഇത് കിട്ട തീരുമെങ്കിൽ നിങ്ങൾ പോ. അങ്ങനെ വഴിക്ക് വാ. ഇവള് വന്നോ? മോനെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അങ്കിള് ആവശ്യത്തിനും കൂടുതൽ പൈസ തന്നില്ലേ? ഇത് ഉപയോഗിച്ച് മോൻ എന്ത് വേണേലും വാങ്ങിച്ചോ. എന്തിനാ ചേട്ടാ നിങ്ങൾ ഇത്രയും പൈസയൊക്കെ അവർക്ക് കൊടുക്കുന്നേ? അയ്യോ കനകം, നീ എപ്പോഴാ വന്ന്? ഞാൻ കണ്ടില്ലല്ലോ. ചേട്ടാ ഞാൻ കുറച്ചു നേരം വന്നിട്ട്, നിങ്ങൾ എന്തിനാ അവർക്ക് ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുന്നേ? അയ്യോ കനകം, മക്കള് ഭയങ്കര കരച്ചില്, ഒന്നും കഴിക്കാനില്ല, ഒന്നും എടുക്കാനില്ലാന്ന്. അപ്പൊ ഞാന് എന്ത് ചെയ്ത് വെച്ചാല് എന്റെ കയ്യിലുള്ള പൈസക്ക് അങ്ങ് കൊടുത്ത്, ഇനിയിപ്പൊ എന്താച്ചാ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. സത്യം എങ്ങാനും പറഞ്ഞോ നിങ്ങളെ മൂന്നിനെയും ഞാൻ വെച്ചേക്കില്ല. അറിയാലോ, എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. അത് പിന്നെ കനകോ, അവനിക്ക് ഈ പൈസ ഒന്നും പോരാ, അത്രേ കുറച്ചുകൂടെ വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ അമ്മയുടെ കയ്യിൽ പൈസ ഒക്കെ കുറവാ, തൽക്കാലം ഇതൊക്കെ വെച്ചോന്നേ. നിങ്ങൾ എന്റെ കുട്ടികളോട് എത്ര നന്നായിട്ട് പെരുമാറുന്നേ. എന്താ ചെയ്യ കനകം, ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു നല്ല മനസ്സ് തന്നെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മക്കളോട് ഞാൻ ഒരിക്കലും വേർതിരിവ് കാണിക്കത്തില്ല, മനസ്സിലായോ? പിന്നെ അതുമല്ല, ഇനി നാളെ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല ഏട്ടാ, ഇന്നും നാളെ ലീവാ. നീ നന്നായി പഠിച്ച് ജോലിക്ക് പോകുന്നത് കൊണ്ട് കൊള്ളാം. അതെ, അതുപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളെ പഠിപ്പിക്കണം. അതൊക്കെ ഞാൻ നിങ്ങളെന്നെ ഏൽപ്പിച്ചേക്കുന്നേ. എങ്ങനെയുണ്ട് രണ്ടുപേരുടെ പഠിത്തം പോകുന്നത്? എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കാനൊന്നും ഒരു ഒഴിവുമില്ല. ഈ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തേക്ക് ഞാൻ അവിടെ തന്നെ ആയിരിക്കും, ഇങ്ങോട്ട് വരത്തില്ല. കുട്ടികളുടെ കാര്യം നോക്കണേ. നീ ഇപ്പോഴല്ലേ 3 മാസത്തിന് ശേഷം തിരിച്ചു വന്നത്, ഇനി ഇപ്പൊ അങ്ങോട്ട് തന്നെ പോവുകയാണ് സ്വീറ്റി. പറഞ്ഞില്ല ചേട്ടാ, 2 ദിവസമേ ലീവുള്ളൂ. എങ്ങനെയുണ്ട് മക്കളുടെ പഠിപ്പൊക്കെ? നിങ്ങളെ എനിക്ക് അത്രയും വിശ്വാസാ, അതുകൊണ്ട് ഞാനതൊന്നും തിരക്കാൻ പോകുന്നില്ല. പൊന്നമ്മേ, ഇയാളെ സ്കൂളിന്റെ പഠിപ്പോലും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് അറിയില്ല.
അല്ല, നിങ്ങൾ എന്തിനാ മക്കൾക്ക് ഇത്രയും പൈസ കൊടുത്ത് വഷളാക്കുന്നേ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞു, ആ പൈസ തിരിച്ചു കൊടുത്തേ. വേണ്ട വേണ്ട, അത് അവൻ തന്നെ വെച്ചോട്ടെ. പറ്റില്ല, അത് കൊടുക്കു കുഞ്ഞു. ഇത്രയും പൈസ ഒന്നും ഒരു കുഞ്ഞായി നിനക്ക് ആവശ്യമില്ല. അമ്മ, അത് പിന്നെ ഇത് തിരിച്ചു കൊടുക്കേ. ഇത്രയും പൈസ ഒന്നും കുട്ടികളെ വെച്ചൂടാ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അമ്മേ, ഞാൻ അത്യാവശ്യം വലുതായില്ലേ. പറഞ്ഞത് അനുസരിക്കും മോനെ. ഇതൊക്കെ ഞാൻ അങ്കിന്റെ കയ്യിൽ ചെലവിന് കൊടുക്കുന്ന കാശാ. നിങ്ങൾ സ്കൂൾ ഫീസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാ പൈസ അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അങ്കിൾക്കാ. അപ്പൊ നിങ്ങൾ അതിങ്ങനെ ചെലവാക്കി കഴിഞ്ഞാ അങ്കിൾ എവിടുന്ന പൈസ ഉണ്ടാക്കുക? അങ്കിളിന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ നിൽക്കണ്ടേ? ജോലിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് പോണ്ടേ? എന്റെ അമ്മേ, ഇയാളെത്ര കള്ളങ്ങളാ നിനക്ക് പറഞ്ഞേക്കുന്നേ. എന്താ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കി പറ. അവന് കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകാൻ പൈസയും ചോദിച്ചിരുന്നു, അതും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇതൊക്കെ കുഞ്ഞു? ഇത്രയും പൈസ ചെലവാക്കാൻ പാടില്ലോ. തിരിച്ചു കൊടുക്കാ പൈസ അങ്കിളുടെ. പിടിക്കങ്ങളെ. ഗുഡ് ബോയ്. ഇതുപോലെ ഇനി അങ്ങളുടെ അടുത്ത് പൈസ ഒന്നും ചോദിക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം പണം ചെലവാക്കാൻ പാടുള്ളൂ. മനസ്സിലായോ കുഞ്ഞു? മനസ്സിലായി. അമ്മ നാളെയും കൂടി കഴിഞ്ഞാൽ പോകും. പിന്നെ നിങ്ങൾക്ക് അങ്കിളാ ഉള്ളത്, അത് നിങ്ങൾ മറക്കരുത്. അത് മാത്രം എന്ത് വന്നാലും ഞാൻ മറക്കത്തില്ല അമ്മേ. ഗുഡ് ബോയ്. അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല കുട്ടികളായ ഇങ്ങനെയാ. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, പിന്നെ ഇവർക്ക് ഇങ്ങനെ ഓവറായിട്ട് പൈസ ഒന്നും കൊടുക്കരുത്. ആവശ്യത്തിന് കൊടുത്താൽ മതി കേട്ടോ. സ്കൂൾ ചെലവിനും പിന്നെ അല്ലാതെ ചില്ലറ ചെലവിനും പിന്നെ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളാണല്ലോ കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് എന്തിനാ പൈസ? പൊന്നിവാരൻ, അമ്മ ഇയാള് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. എനിക്കറിയില്ല അമ്മ ഇതൊക്കെ എന്താ അറിയാൻ പോകുന്നതെന്ന്. ഇയാള് നമുക്ക് ഇവിടെ ഒന്നും തരാറില്ലെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന പൈസ പോലെ എനിക്ക് തരുന്നില്ല. ഇയാളെന്തൊരു ക്രൂരനാ. എനിക്കറിയില്ല. എന്തിനാ ചേട്ടാ ഇവാൻ കരയുന്നേ? കുഞ്ഞു കരയുന്നത് പൈസക്ക്. ഇവാൻക്ക് എന്തിനാ പൈസ? അത് പിന്നെ ചേട്ടൻ കരഞ്ഞാലുണ്ടോ അതിനെയും കരാണ്ടിരിക്കുന്നേ? ഇവർ തമ്മിൽ അത്രയും സ്നേഹമല്ലേ? അത് ശരിയാ. കുഞ്ഞിനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാ. എന്നാ വാച്ചിട്ട് ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. കുറെ കാലമായില്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ട്. ഓക്കെ സ്വീറ്റി, നിന്റെ കൈകൊണ്ട് ആഹാരം കഴിക്കാൻ എനിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. വരൂ, നമുക്ക് പോകാം. മക്കൾ കഴിച്ചതാണോ? ആ, അവര് കഴിച്ചതാ. ഇനി എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അവർക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊടുത്തായിരുന്നു. ആണോ? എന്നാ ശരി. എന്നാ വാച്ചേട്ടാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല, ഞാൻ രാവിലെ തന്നെ ഇവർക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നില്ലേ. പിന്നെ മറ്റേ ഇവാന്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ടായിരുന്നു. ഇവാന് സ്കൂളിൽ പറഞ്ഞു വിട്ട് തുടങ്ങിയിട്ടില്ലല്ലോ, കുഞ്ഞുമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവാന്റെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി രാവിലെ 4 മണിക്ക് ഞാൻ ഇവിടുന്ന് പോയതാ. ഇപ്പോഴെല്ലാം കഴിഞ്ഞു വരുന്നത്. രാവിലെ 4 മണിക്കൊക്കെ? അപ്പൊ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തുറന്നു വെക്കോ? അത് എന്താ വെച്ചാല് 4 മണിക്ക് തന്നെ പോയിട്ട് എന്താ വെച്ചാൽ നീ വാ, നമുക്ക് 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 എന്തെങ്കിലും കഴിക്കാം. ഓക്കെ ചേട്ടാ.